രാഗം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 5. അച്ഛമ്മേ, എൻ്റെ തലയൊന്ന് മസാജ് ചെയ്ത് തന്നേ. ബാലഭാസ്കറിൻ്റെ രണ്ടാമത്തെ മകനും മഹാദേവൻ്റെ അനിയനുമായ വൈഷ്ണവ് എന്ന വിഷ്ണു ഹാളിലെ സെറ്റിയിലിരുന്ന് ടി വി കാണുന്ന പത്മാവതിയുടെ കാൽ കീഴിലായി വെറും തറയിലിരുന്നു. എന്നിട്ട് തല പിന്നിലേക്ക് വളച്ച് അവരുടെ മടിയിലേക്ക് വെച്ചു കൊടുത്തു. അച്ഛമ്മയുടെ തക്കുടുമുത്തിന് ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂള്? അവനവനോട് സ്നേഹത്തോടെ തിരക്കി. വെരി ബോർ അച്ഛമ്മേ, ഞാൻ ഒറ്റ ദിവസം കൊണ്ട് മടുത്തു പോയി സ്കൂള്. കുഞ്ഞു പിള്ളേരെ പോലെ അവൻ ഉണ്ട കവിള് വീർപ്പിച്ചു. ചെക്കനിപ്പോൾ +1 പഠിക്കുന്നത്. പഠിക്കാൻ പൊതുവെ മടിയുള്ളത് കൊണ്ട് തന്നെ 10ാം ക്ലാസ് വളരെ കഷ്ടപ്പെട്ടാണ് അവൻ അറ്റപ്പറ്റെ ജയിച്ചു കയറിയതും. പത്മാവതിയുടെ ശരീരപ്രകൃതം കിട്ടിയിരിക്കുന്നതിനാൽ ഇത്തിരി വണ്ണമൊക്കെ വെച്ചുള്ള ഒരു ഉരുണ്ട ശരീരമാണ് വിഷ്ണുവിൻ്റേത്. വെളുത്തുരുണ്ടാണ് ഇരിക്കുന്നതെങ്കിലും സ്വഭാവം അവൻ്റെ അപ്പൻ്റേത് അച്ചുകുത്തിയതുപോലെ കിട്ടിയിട്ടുണ്ട്. മഹാദേവൻ ജനിച്ചു കഴിഞ്ഞ് 9 വർഷം കഴിഞ്ഞിട്ടുണ്ടായ കുഞ്ഞാണ്. അതുകൊണ്ട് തന്നെ പത്മാവതിക്ക് അവനോട് ഇത്തിരി ഇഷ്ടക്കൂടുതലും ഉണ്ട്. എടാ വിഷ്ണു, മുടിക്ക് മസാജ് ചെയ്യാൻ എണ്ണ വേണ്ടേ? കൊച്ചുമകൻ്റെ മുടിയിൽ കൂടി അവർ മെല്ലെ വിരലുകൾ ഓടിക്കാൻ തുടങ്ങി. അതൊന്നും വേണ്ട അച്ഛമ്മേ, ഇങ്ങനെ വെറുതെ പിതുക്കി തന്നാൽ മതി. ടി വിയിൽ അപ്പോൾ ഓടിക്കൊണ്ടിരുന്ന പെപ്പ പിഗ് കാർട്ടൂണിലേക്കായിരുന്നു ചെക്കൻ്റെ ശ്രദ്ധ മുഴുവനും. നിനക്ക് നിൻ്റെ അച്ഛൻ്റെ മുടിയാണ് കിട്ടിയിരിക്കുന്നത്. നല്ല കട്ടിയുള്ള മുടി. എണ്ണ തേക്കാതെ നടന്ന് ഇത് മുഴുവൻ നാശമാക്കിക്കോ. അവനവനെ ശകാരിച്ചുകൊണ്ട് തന്നെ അവൻ്റെ തല മസാജ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. ഇന്ന അമ്മ എണ്ണ. അച്ചമ്മയുടെയും കൊച്ചുമോൻ്റെയും സംസാരം അടുക്കളയിൽ നിന്ന് കേട്ടതുകൊണ്ടാവാം ലക്ഷ്മി വെളിച്ചെണ്ണ കുപ്പി എടുത്തുകൊണ്ട് അവരുടെ അരികിലേക്ക് അപ്പോൾ തന്നെ ധൃതിയിൽ ചെന്നത്. ചെക്കൻ്റെ തലയിൽ എണ്ണ കണ്ടിട്ട് ദിവസങ്ങളായി. അവർ ശാസിച്ചുകൊണ്ട് തന്നെ മരുമകളുടെ കയ്യിൽ നിന്നും എണ്ണക്കുപ്പി വാങ്ങി. എന്നിട്ട് അടപ്പ് തുറന്ന് ഇത്തിരി കൈക്കുമ്പിളിലേക്ക് ഒഴിച്ചെടുത്തു. ഇനി മേലാൽ ഇങ്ങനെ പറപ്പിച്ചോണ്ട് നടന്നാൽ നോക്കിക്കോ. നെറുകയൻ തലയിൽ ആ എണ്ണ മുഴുവൻ കമഴ്ത്തി പൊത്തിവെച്ചതിന് ശേഷം പത്മാവതി അവൻ്റെ തല നിറച്ച് എണ്ണ തേച്ച് പിടിപ്പിച്ചു. എൻ്റെ അച്ഛമ്മേ, ഇപ്പം ആരും ഇങ്ങനെ എണ്ണ അളിച്ചു വാരി തലയിൽ തേക്കൂല. എന്നും ഷാമ്പൂ പുരട്ടി സ്റ്റൈൽ കാണിച്ച് നടന്നവന് അച്ചമ്മയുടെ ആ പ്രവൃത്തി തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ന് വേണം പറയാൻ. അവരൊക്കെ നടന്നോട്ടെ, തൽക്കാലം നീ ഇപ്പോൾ അങ്ങനെ നടക്കണ്ട. അവർ 2 ചാട്ടം ചാടിയതും ചെക്കൻ പിന്നീട് നല്ല കുട്ടിയായി അങ്ങനെ തന്നെ ഇരുന്നു കൊടുത്തു. അല്ലെങ്കിൽ അച്ചമ്മയുടെ വായിന്ന് നല്ലത് കേൾക്കുമെന്ന് അവൻ അറിവുള്ള കാര്യമായിരുന്നു. ഇതെന്താ ഇവിടെ പരിപാടി? അപ്പോഴാണ് കോളേജിൽ പോയ ഭാസ്കരൻ അതും ചോദിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് കയറി ചെന്നത്. എങ്ങനെ ഉണ്ടായിരുന്നടാ കോളേജ്? മകനെ കണ്ടതും അടക്കാനാവാത്ത സന്തോഷത്തോടെ പത്മാവതി തിരക്കി. കോളേജ് പൊളിയല്ലേ എൻ്റെ അമ്മേ, അതിപ്പോൾ പ്രത്യേകിച്ച് പറയാനുണ്ടോ? കയ്യിലിരുന്ന ബാഗ് സെറ്റിയിലേക്ക് ഇട്ടിട്ട് അയാളും തൻ്റെ മകൻ്റെ അരികിലായി ചെന്നിരുന്നു. എടാ, അവിടെ ഇരിക്കാതെ ഇങ്ങോട്ട് കയറിയിരിക്കും പാക്കരാ. താഴെ തറയിലിരിക്കുന്ന മകൻ്റെ മുതുകിൽ ചെറിയൊരു കൊട്ടു കൊടുത്തവർ. ഇങ്ങനെ തറയിലിരിക്കാൻ ഒരു പ്രത്യേക സുഖമാ അമ്മേ. അയാൾ കാല് നീട്ടിവെച്ച് സെറ്റിയിലേക്ക് പുറം ചായച്ചിരുന്നു. കുറച്ചു നേരം കഴിയുമ്പോൾ കാല് വേദനിക്കുന്നതൊന്നും നീ പറയരുത്. അവർ വീണ്ടും ശാസിച്ചു. എൻ്റെ ലക്ഷ്മിക്കുട്ടി ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? അപ്പോഴാണ് അവിടെ നിൽക്കുന്ന ഭാര്യയെ അയാൾ ശ്രദ്ധിച്ചത്. ലക്ഷ്മി അയാളെ ഒന്ന് നോക്കി ചിരിച്ചു കാട്ടി. എടി കൊച്ചേ, അവൻ കോളേജിൽ നിന്ന് ക്ഷീണിച്ച് വന്ന് നീ കണ്ടില്ലേ? പോയി അവന് കുടിക്കാൻ വല്ലതും ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് എടുത്തോണ്ട് വാ. പത്മാവതി മരുമകളെ നോക്കി നിർദ്ദേശിച്ചു. ഇപ്പം കൊണ്ടുവരാം അമ്മേ. ലക്ഷ്മി അപ്പോൾ തന്നെ അടുക്കളയിലേക്ക് ഓടിയിരുന്നു. എടാ, മതിയാക്കി പോടാ, ഇനി എനിക്ക്. തല മസാജ് ചെയ്യിച്ചു കൊണ്ടിരുന്ന ഇളയ മകനെ നിരക്കി ഇത്തിരി മാറ്റിയിരുത്തിയിട്ട് ബാലഭാസ്കരൻ തൻ്റെ അമ്മയുടെ കാൽ കീഴിലേക്ക് നിരങ്ങിയിരുന്നു. എന്നിട്ട് തല പത്മാവതിയുടെ മടിയിലേക്ക് ചായച്ചു വെച്ചു. അച്ഛേ. വിഷ്ണു അയാളെ നോക്കി കണ്ണു ഓർപ്പിച്ചു. ഇത്രയും നേരം നിനക്കല്ലായിരുന്നോടാ എൻ്റെ അമ്മ ചെയ്തു തന്നത്? ഇനി എനിക്ക്. മകനെ നോക്കി നല്ല അടാറ് പുച്ഛം അയാൾ വാരി വിതറി. ഇങ്ങനൊരച്ഛൻ. പറച്ചിലിനോടൊപ്പം തന്നെ അയാളുടെ മടിയിലേക്ക് കയറിയിരിക്കാനും ആ കൊച്ചിയർക്കം മറന്നില്ല. എടാ ഉണ്ടപ്പാത്തെ, ഇറങ്ങി താഴെ ഇരിയടാ, എൻ്റെ കാല് വേദനിക്കുന്നു. ഭാസ്കരൻ ചക്കനെ താഴെ ഇരുത്താൻ കുറേ ശ്രമിച്ചുവെങ്കിലും അവൻ അയാളുടെ മടിയിൽ ഉടുമ്പ് അള്ളിപ്പിടിച്ചിരിക്കുന്നത് പോലെ ഇരുന്ന് കളഞ്ഞു. എന്തേ, പട്ടാളം പാക്കരൻ്റെ സ്റ്റാമിനയൊക്കെ പോയോ? വിഷ്ണു ഉച്ചത്തിൽ കളിയാക്കി ചിരിച്ചു. പണ്ട് അതിർത്തിയിൽ യുദ്ധം നടന്നപ്പോൾ നെഞ്ചു വിരിച്ചെന്ന് പാകിസ്ഥാൻ തീവ്രവാദികളെ വെടിവെച്ച് കൊന്നു കളഞ്ഞവനാണ് നിന്റെ അച്ഛൻ.
എൻ്റെ സ്റ്റാമിനയെ കളിയാക്കുന്നോടാ ബ്ലഡി റാസ്കൽ. അവൻ്റെ ഉണ്ണി വയറിൽ കിക്കിളിയിട്ട് ചിരിപ്പിച്ചേ. ഹാ, അടങ്ങിയിരിക്കും പാക്കര, ഇല്ല ഞാൻ എഴുന്നേപ്പിച്ച് വിടും കേട്ടോ. പത്മാവതി ടെററായതും ഭാസ്കരൻ പിന്നീട് നല്ല കുട്ടിയായിട്ട് അവരുടെ മുൻപിൽ അനങ്ങാതെ ഇരുന്ന് കൊടുത്തു. എണ്ണ വെക്കുന്നതിൻ്റെ കാര്യത്തിൽ അപ്പനും മകനും കണക്കാം. അതും പറഞ്ഞുകൊണ്ടാണ് നാഴി എണ്ണ അയാളുടെ നെറുകയിലേക്കും അവർ കമത്തി. ഈ അമ്മ. ഏതോ ഹിന്ദിപ്പാട്ടിൻ്റെ താളത്തിനൊത്ത് തല കുരുക്കിക്കൊണ്ടിരുന്നവൻ അമ്മയുടെ ആ പ്രവൃത്തിയിൽ നീരസത്തോടെ മുഖം ചൊളിച്ചു. നിന്റെ മുടി കൊഴിയാൻ തുടങ്ങിയിട്ടുണ്ട്. എണ്ണ വെച്ചില്ലെങ്കിൽ ഉള്ളതും കൂടി പൊഴിഞ്ഞ് കഷണ്ടിയാവും, നോക്കിക്കോ. പത്മാവതി 2 ചാട്ടം ചാടിയതും ഭാസ്കരനും പിന്നീടൊന്നും മിണ്ടിയില്ല. മുടിയൊക്കെ കൊഴിഞ്ഞുപോയി കഷണ്ടിയായാൽ കോളേജിൽ പോയി എങ്ങനെ എൻജോയ് ചെയ്യും എന്ന ചിന്തയായിരുന്നു ബാലുവിനപ്പോൾ. നിമിഷങ്ങൾ കഴിഞ്ഞുപോയി. കുറച്ചു നേരം കഴിഞ്ഞതും ഒരു ട്രെയിൽ എല്ലാവർക്കുമുള്ള ചായയുമായി ലക്ഷ്മി അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. കൂട്ടത്തിൽ ഒരു ചെറിയ ചരുവം പാത്രം നിറയെ ചൂടേത്തയ്ക്കാപ്പൂ. എൻ്റെ ലക്ഷ്മിക്കുട്ടി ഇന്ന് എന്തൊക്കെയോ സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ചായ ട്രെയും ചരുവവും താഴെ തറയിലേക്കായി വെക്കുന്ന ലക്ഷ്മിയെ നോക്കി അയാൾ സൈറ്റ് അടിച്ച് കാട്ടി. ലക്ഷ്മിക്ക് അത് കണ്ടത് നാണം വന്നു പോയിരുന്നു. മതിയടാ അവളോട് കൊഞ്ചിയത്. ഡാ വിഷ്ണു, എന്നിട്ട് താഴെ ഇരിയടാ. ആദ്യം മകനോടും പിന്നീട് മകൻ്റെ മടിയിൽ കയറിയിരിക്കുന്ന കൊച്ചുമകനോടും അവർ ശബ്ദമുയർത്തി. വിഷ്ണു അപ്പോൾ തന്നെ അനുസരണയോടെ എഴുന്നേറ്റ് തറയിലിരുന്നു. എന്നിട്ട് ലക്ഷ്മി എടുത്തു കൊടുത്ത ചായ ഗ്ലാസ് കയ്യിലേക്ക് വാങ്ങി അത് ആസ്വദിച്ച് കുടിക്കാൻ തുടങ്ങി. കൂട്ടത്തിൽ ചൂട് പഴംപൊരി കഴിക്കുവാനും. നീ എങ്ങോട്ടാ? ഇവിടെ നിന്ന് ചായ കുടിക്കാൻ നോക്കടി. എല്ലാവരും ചായ കൊടുത്തിട്ട് തിരിഞ്ഞു നടക്കുന്ന ലക്ഷ്മിയെ നോക്കി പത്മാവതി ഒച്ച ഉയർത്തി. ഞാൻ ദേവന് കൊടുത്തിട്ട് വരാം അമ്മേ. അവർ തിരിഞ്ഞു നിന്ന് പുഞ്ചിരിയോടെ പറഞ്ഞിട്ട് വീണ്ടും മുന്നോട്ടേക്ക് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്ന മഹാദേവനെ അവർ കണ്ടത്. ഈശ്വരാ, ഈ മുതൽ ഇവിടെ ഉണ്ടായിരുന്നോ? മകനെ അവിടെ കണ്ടതും ബാലു ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ തല ചൊറിഞ്ഞു. അത് വളരെ വ്യക്തമായി ദേവൻ കാണുകയും ചെയ്തു. എത്തിയോ സാറ്? എങ്ങനുണ്ടായിരുന്നു ഇന്നത്തെ ക്ലാസ് എടുപ്പ്? മഹാദേവൻ്റെ ശബ്ദം ഹാളിൽ പൊടുന്നതിനെ മുഴങ്ങിക്കേട്ടു. ഈ ചക്കൻ എന്നെ ഇന്ന് നാണം കെടുത്തു. കയ്യിലിരുന്ന പഴംപൊരി അപ്പാടെ വായിലേക്ക് കുത്തി കയറ്റിക്കൊണ്ട് ഭാസ്കരൻ തൻ്റെ മകനെ ഉറ്റുനോക്കി. എന്തായാലും സാറിൻ്റെ ഹിസ്റ്ററി ക്ലാസ് വളരെ മനോഹരമായിരുന്നു. അത് പറയാതെ തരമില്ല കേട്ടോ. ലക്ഷ്മിയുടെ കയ്യിൽ നിന്നും ചായ വാങ്ങിയതിന് ശേഷം അവൻ ഭാസ്കരൻ്റെ മുൻപിലേക്ക് പുച്ഛത്തോടെ നടന്നു ചെന്നു. എന്നിട്ട് തറയിലിരിക്കുന്ന ചരുവത്തിൽ നിന്നും ഒരു ഏത്തയ്ക്കാപ്പ് എടുത്ത് കയ്യിൽ പിടിച്ചു. നീ എന്തിനാടാ എൻ്റെ മോനെ നോക്കി ഇങ്ങനെ നോക്കുന്നു പറയുന്നേ? പത്മാവതിക്ക് കാര്യമൊന്നും മനസ്സിലായില്ല. പക്ഷേ കൊച്ചുമകൻ്റെ നോട്ടവും ഭാവവും സംസാര രീതിയൊക്കെ കണ്ടപ്പോൾ എന്തോ വശപ്പിശക് തോന്നുകയും ചെയ്തിരുന്നു. നിങ്ങളുടെ മോൻ ചെയ്ത കാര്യം ഞാൻ പറഞ്ഞ പോണ്ടേ, അല്ലാതെ നുണയല്ല. പഴംപൊരി കഴിച്ചുകൊണ്ട് ടി വിയിലേക്ക് നോക്കിയിരിക്കുന്ന ഭാസ്കരൻ്റെ മുഖത്തേക്കൊന്ന് പാളി നോക്കിയിട്ട് അവൻ ഹാളിലെ മൂലയിൽ കിടക്കുന്ന സോഫായിലേക്ക് ഇരിപ്പുറപ്പിച്ചു. അവൻ എന്ത് ചെയ്തെന്നാ? ഭാസ്കരൻ്റെ തലയിലെ മസാജ് ചെയ്യൽ പകുതിക്ക് നിർത്തിവെച്ചിട്ട് അവർ മഹാദേവനെ നോക്കി കണ്ണു മിഴിച്ചു. എന്തു ചെയ്തെന്ന് മോനോട് തന്നെ അങ്ങ് ചോദിക്ക്, കീഴെ ഇരിപ്പുണ്ടല്ലോ. അച്ചമ്മയ്ക്കുള്ള മറുപടി കൊടുക്കാതെ കയ്യിലിരുന്ന ചായ ആസ്വദിച്ച് കുടിച്ചുകൊണ്ടിരുന്നവനപ്പോൾ, എടാ പാക്കര, എന്നതാടാ നിൻ്റെ മോനീ പറയുന്നേ? തനിക്ക് മുന്നിലായി തറയിലിരിക്കുന്നവൻ്റെ പിന്തോളിൽ അവരൊന്ന് കൊട്ടിക്കൊണ്ട് തിരക്കി. എൻ്റെ അമ്മയ്ക്ക് വേറെ ഒരു പണിയില്ലേ? അല്ലെങ്കിൽ ഇവനീ പറയുന്നതൊക്കെ ഇങ്ങനെ സീരിയസ് ആയിട്ട് കേൾക്കാൻ നിൽക്കുമോ? ബാലു തീർത്തും അലസമായിട്ടാണ് പത്മാവതിയോട് സംസാരിച്ചത്. കൂട്ടത്തിൽ ഏത്തയ്ക്കാപ്പം കഴിക്കലും തുടർന്നു. അതെന്താണെന്ന് തുറന്നു പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ബാലേട്ട. അതങ്ങ് പറഞ്ഞാൽ എന്താ? അച്ഛൻ്റെയും മകൻ്റെയും സംസാരം കേട്ടുകൊണ്ടിരുന്ന ലക്ഷ്മി ഒടുവിൽ അവരുടെ ഇടയിൽ കയറി. അച്ഛൻ വല്ല കോളേജിൽ പെമ്പിള്ളാരെ ലൈനടിക്കാൻ പോയതായിരിക്കും. അതാ ഏട്ടൻ ഇങ്ങനെ ചീത്ത വിളിക്കുന്നത്. ഏത്തയ്ക്കാപ്പം ധൃതിയിൽ കഴിക്കുന്നതിനിടയിൽ വിഷ്ണു അവൻ്റെ പിതാശ്രീക്ക് നേരെ ഗോളടിച്ചു. ഓന്തിനെ പോലെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് പതിവ് പോലെ ഇത്തവണയും വിഷ്ണു കളം മാറ്റി ചവിട്ടിയത്. കാരണം മുൻപിലെ ചരുവത്തിലിരിക്കുന്ന ചൂട് പഴംപൊരി തന്നെ. കഴിപ്പിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ അവന് ഭീഷണി നേരിടേണ്ടി വരുന്നത് സ്വന്തം അച്ഛനിൽ നിന്നും തന്നെയായിരുന്നു. എല്ലാവരും വിശപ്പിനു വേണ്ടി ഭക്ഷണം കഴിക്കുമെങ്കിൽ ബാലഭാസ്കരനും രണ്ടാമത്തെ മകൻ വിഷ്ണുവും കഴിക്കുവാൻ വേണ്ടി മാത്രമായി ജനിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ഏകദേശം ഇരുവർക്കും ഒരേ സ്വഭാവമാണെങ്കിലും
കഴിക്കുന്ന സമയത്ത് പരസ്പരം പാര പണിക എന്നത് അവരുടെ ആചാരമായി മാറിയിരുന്നു. വിഷ്ണു, ലക്ഷ്മി മകനെ ശാസനയോടെ വിളിച്ചു. മിണ്ടാതിരിയട ഉണ്ടപ്പാത്തെ, മുട്ടേന്ന് വിരിഞ്ഞില്ല. അതിനു മുൻപേ തന്നെ എൻ്റെ കുടുംബജീവിതത്തിൽ കയറി കളിക്കുന്നു. നീ ഇനി ഇത് തിന്നണ്ട. അടുത്തിരിക്കുന്ന വിഷ്ണുവിനെ നോക്കി പല്ലു ഞെരിച്ചിട്ട് ഭാസ്കരൻ പഴംപൊരിയുടെ ചരുവെടുത്ത് സ്വന്തം മടിയിലേക്ക് വെച്ചു. വിഷ്ണു, നീ മിണ്ടായിരുന്നോ? ബാലേട്ട, നിങ്ങൾ പറയ്. ആദ്യം രണ്ടാമത്തെ മകനോടായും പിന്നീട് ഭാസ്കരനോടായും ലക്ഷ്മി നിർദ്ദേശിച്ചു. പക്ഷേ അപ്പോഴും മഹാദേവൻ മാത്രം പഴംപൊരിയും കഴിച്ച് കയ്യിലിരിക്കുന്ന ചായ ഊതി കുടിക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. നീ എന്താ കൊച്ചെ എൻ്റെ പാക്കറിനെ ഇങ്ങനെ നിർബന്ധിക്കുന്നത്? നിന്റെ ദേവൻ മോൻ പറയുന്നത് കേട്ട് അവനോട് ഇങ്ങനെയൊക്കെ ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? എല്ലാവരുടെയും സംസാരം കേട്ടതും പത്മാവതിക്ക് തല പെരുക്കുന്നത് പോലെ തോന്നി. അവർ ലക്ഷ്മിക്ക് നേരെ മുഖം ചുളിച്ചു. എല്ലാവരും ഒന്ന് നിർത്തുന്നുണ്ടോ? ഇതെന്താ ചന്തയോ? എന്തൊരു ചെലപ്പാ ഇത്? അത്രയും നേരം തിന്നുന്നതിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഭാസ്കരൻ പൊടുന്നനെ കഴിപ്പൊരു നിമിഷത്തേക്ക് നിർത്തിവെച്ചു. എന്നിട്ട് എല്ലാവരെയും ഒന്ന് നീരസത്തോടെ നോക്കി. നിനക്ക് കാര്യം അറിഞ്ഞാൽ പോരെ ലക്ഷ്മി, ഞാൻ പറയാം. ഇനി ഇതിനെക്കുറിച്ചൊരു സംസാരം വേണ്ട. അയാൾ ഭാര്യയുടെ മുഖത്തേക്ക് കണ്ണു മിഴിച്ചു നോക്കി. എന്നിട്ട് ബാലഭാസ്കരൻ തറയിലൊന്ന് ഇളകിയിരുന്നു. തനിക്ക് മുൻപിലായി സോഫയിലിരിക്കുന്ന മൂത്ത മകൻ്റെ മുഖത്തേക്ക് പുച്ഛത്തോടെ നോട്ടം പായിച്ചു. ക്ലാസ്സിൽ കയറി ചെന്നപ്പോൾ കുട്ടികളെ കളിപ്പിക്കാൻ വേണ്ടി ഞാൻ സാറാണെന്നൊന്ന് പറഞ്ഞുപോയി. ദേ, ഈ ചെക്കൻ അത് കണ്ടു. അപ്പോൾ തൊട്ട് തുടങ്ങിയതാ ഇവൻ്റെ ഈ ഒരുമാതിരി കണക്കുമാഷിൻ്റെ സ്വഭാവം. കാര്യങ്ങൾ വളരെ ചുരുക്കി പറഞ്ഞുകൊണ്ട് തറയിൽ നിന്നും അയാൾ എഴുന്നേറ്റു. അപ്പോഴും കയ്യിലിരിക്കുന്ന ഏത്തയ്ക്കാപ്പത്തിൻ്റെ ചരുവത്തെ അയാൾ മറന്നതുമില്ല. ചിൽ മാൻ, ഇതൊക്കെ ഒരു എൻജോയ്മെൻറ്റ് മൂഡിലങ്ങ് എടുക്കണം, അല്ലാതെ ഇങ്ങനെ. എടാ മോനെ, അപ്പനൊരു ഉപദേശം നിനക്ക് ഫ്രീ ആയിട്ട് തരാം. വയസ്സ് 10-27 നിനക്കായുള്ളൂ. ഇപ്പോഴേ ഇങ്ങനെ വെട്ടുപോതിൻ്റെ സ്വഭാവം കൊണ്ട് നടന്നാ ഇച്ചിരി പ്രായമാകുമ്പോഴേക്കും നിനക്ക് വല്ല BP-യോ സ്ട്രോക്കോ ഒക്കെ വരുവടാ ചെക്ക. അതുകൊണ്ട് ഇന്ന് തൊട്ടെങ്കിലും എന്നെ കണ്ടു പഠിക്കാൻ നോക്കണം. ചരുവം പിടിച്ചു വാങ്ങാൻ നോക്കിയ വിഷ്ണു കൊച്ചിന് ഒരു പഴംപൊരി അതിൽ നിന്ന് എടുത്തു കൊടുത്തുകൊണ്ടാണ് ഭാസ്കരൻ ആ ഡയലോഗ് പറഞ്ഞത്. പുട്ടി അടിച്ച് മുളിയും കളർ ചെയ്ത് മോൻ്റെ തുണി എടുത്തിട്ട് ബുള്ളറ്റിൽ പോകുന്നതാണോ എൻ്റെ അപ്പം പറയുന്ന ഈ എൻജോയ്മെൻറ്റ്? ചായ കുടിച്ചു കഴിഞ്ഞ് കപ്പ് മുൻപിലിരിക്കുന്ന ഒരു ടീപ്പോയിലേക്ക് വെച്ചിട്ട് ദേവൻ അവൻ്റെ അപ്പനെ നോക്കി തിരിച്ചും പുച്ഛം വാരി വിതറി. അല്ലാതെ ഈ പ്രായത്തിൽ താടിയും മുടിയും വളർത്തി മുതുക്കന്മാരുടെ സ്വഭാവം വെച്ചുകൊണ്ട് ഒരുമാതിരി അമ്പലവാസികളെ പോലെ നീ നടക്കുന്നതാണോ ഈ എൻജോയ്മെൻ്റ് എന്ന് പറയുന്നത്? മകനെ പറയുന്നത് കേൾക്കുന്ന ഇഷ്ടമല്ലാത്ത കാര്യമായതുകൊണ്ട് പത്മാവതി അപ്പം തന്നെ അവരുടെ ഇടയിൽ കയറി. ബോണ്ടത്തിന് വടിയില്ലാതെ ഒരു നടക്കാൻ പറ്റത്തില്ല. പക്ഷെ ന്യൂജൻ ട്രെൻഡ് മാത്രം അരച്ചു കലക്കി കുടിച്ചിട്ടുണ്ട്. മഹാദേവൻ തിരിച്ച് ചുണ്ടുകൾ കോട്ടി. എല്ലാം ഒന്ന് നിർത്തുന്നുണ്ടോ? പൊടുന്നനെ അവിടെ ലക്ഷ്മിയുടെ ഒച്ച ഉയർന്നു. അതും ഒട്ടൊരു ദേഷ്യത്തോടെ. ദേ, എല്ലാവരോടും കൂടി ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എവിടെ കിടന്ന് തമ്മി തല്ലിയാൽ ഇന്നത്തെ ദിവസം ഒരു തുള്ളി പച്ചവെള്ളം പോലും ഞാൻ എൻ്റെ കൈകൊണ്ട് എടുത്തു തരത്തില്ല. ഞാൻ വല്ലയിടത്ത് ഇറങ്ങിപ്പോയി കളയും. അവരെല്ലാവർക്കും ഒരേ വിരൽ ചൂണ്ടി. അമ്മയുടെ ഒച്ച പൊന്തിയാൽ അതിന് മറുവാക്കില്ലെന്ന പോളിസിയിൽ അടിയുറച്ച് വിശ്വസിച്ചിരിക്കുന്ന മഹാദേവനും ഭാര്യയുടെ ദേഷ്യത്തിന് ഒരിക്കലും കാരണമാകരുതെന്ന് നിർബന്ധമുള്ള ബാലഭാസ്കരനും മരുമകൾ പണിമുടക്കിയാൽ അടുക്കള പൂട്ടേണ്ടി വരും എന്നുറപ്പുള്ള പത്മാവതിയും പിന്നീട് ഒരു വാക്ക് പോലും സംസാരിക്കാൻ ധൈര്യപ്പെട്ടില്ല. അതൊരു തരത്തിൽ പറഞ്ഞാൽ ലക്ഷ്മിയോടുള്ള അവർ മൂവർക്കുമുള്ള സ്നേഹം കൂടിയായിരുന്നു എന്നത് മറ്റൊരു സത്യം. അതോടെ അത്രയും നേരെ യുദ്ധകാഹളം മുഴങ്ങിയ ആ വീട്ടിൽ ഒരു മുട്ടുസൂചി വീണാൽ പോലും കേൾക്കാൻ പറ്റാത്തത്ര നിശബ്ദത നൊടിയിടയിൽ പരന്നു. അമ്മായിയമ്മയും ഭർത്താവും മകനും ഒരുപോലെ നിശബ്ദരായി. അവരവരുടെ പണികളിലേക്ക് മുഴുകി. കുടിയും കഴിപ്പും കഴിഞ്ഞെങ്കിൽ ആ ഗ്ലാസും പാത്രം ഇങ്ങ് തന്നേക്ക്. ഗൗരവത്തോടെ അവർ കൈ നീട്ടിയതും ഓരോരുത്തരായി അവരവരുടെ കയ്യിലിരുന്ന ചായ ഗ്ലാസ് തിരിച്ചു കൊടുത്തു. പാത്രത്തിൽ ഇനിയും ഏത്തയ്ക്കാപ്പം ഉണ്ടായിരുന്നെങ്കിലും അത് കയ്യിലേക്ക് എടുത്തു പിടിച്ചിട്ട് ഭാസ്കരൻ ആ ചരുവവും ലക്ഷ്മിക്ക് തന്നെ തിരിച്ചു കൊടുത്തേച്ചു. ഇന്ന് രാത്രി കഴിക്കാൻ എന്താ ഉണ്ടാക്കണ്ടേ? കഞ്ഞിയും പയറും ആക്കിയേക്കട്ടെ എല്ലാവർക്കും. അടുക്കളയിലേക്ക് പോകുന്നതിന് മുൻപായി അവർ എല്ലാവരോടുമായി വീണ്ടും തിരക്കി. അത് മതി. അവിടെ നിന്നിരുന്ന 4 പേരും ഒരുപോലെ തലകുലുക്കിയതും ലക്ഷ്മി തിരിഞ്ഞ് അവിടെ നിന്ന് അടുക്കളയിലേക്ക് നടന്നു. ഉള്ളിൽ ഒരു ചിരിയും ചിരിച്ചുകൊണ്ട്. ഞാനിവിടെ ഉള്ളപ്പോൾ ഒന്നിനെ ആടികൂടാൻ സമ്മതിക്കില്ല. എന്നോടാ കളി. കഞ്ഞിക്കുള്ള അരി അളന്നെടുത്ത് പാത്രത്തിലേക്കിടുമ്പോൾ അവർ ചിരിയോടെ
മനസ്സിൽ പിറുപിറുത്തു. അതേസമയം ഹാളിലിരുന്ന് ടി വി കണ്ടുകൊണ്ടിരുന്ന ബാലഭാസ്കരൻ്റെ ഫോണിലേക്ക് മരവാഴകൾ എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും വീഡിയോ കോൾ അയാളെ തേടി എത്തിയിരുന്നു. കോൾ ഫ്രം വൈശുക്കൊച്ച എന്ന് കണ്ടതും അയാൾ ഫോൺ എടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് ഓടി. സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. പിന്നെ സ്റ്റോറിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം കേട്ടോ. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് നാളെ കാണാവേ എന്ന് നിങ്ങളുടെ സ്വന്തം മൈഥിലി മിത്ര.